ജനസംഖ്യയിലും വിസ്തീർണത്തിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് സൗദി അറേബ്യ. ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പൊതുഗതാഗത സംവിധാനം അത്യാവശ്യവുമാണ്. സൗദിയിൽ വ്യാപകമായി ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും ഒന്നിലധികം സ്വകാര്യ വാഹനങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും പൊതുഗതാഗത സംവിധാനം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് അടുത്ത കാലത്താണ് സൗദിയിൽ വലിയ തോതിൽ ചർച്ച വരുന്നത്. വിശുദ്ധ നഗരങ്ങളായ മക്കയെയും മദീനയെയും തമ്മിൽ ബന്ധിപ്പിച്ച് ജിദ്ദ വഴി 2018 ഹറമൈൻ ട്രെയിൻ സേവനം ആരംഭിച്ചത് രണ്ട് പുണ്യ നഗരങ്ങൾക്കിടയിലുള്ള സഞ്ചാരം എളുപ്പമാക്കാൻ സഹായകമായി. അതുപോലെ 2024 ഡിസംബറിൽ ഉദ്ഘാടനം നിർവഹിച്ച റിയാദ് മെട്രോൾ സൗദിയുടെ ഗതാഗത ചരിത്രത്തിലെ വലിയ ചരിത്രമായി മാറി. വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ തിരക്ക് റോഡുകളിൽ നിന്നും ഒഴിവാക്കാനും പൊതുജമാഅത്തിന്റെ യാത്ര സുഖകരമാക്കുകയും ലക്ഷ്യമിട്ടാണ് കൂടുതൽ മെട്രോ സേവനം വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. സൗദി അറേബ്യയുടെ മന്ത്രിസഭാ ഉപദേശക സമിതിയായ ഷൂറ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം ഇതു സംബന്ധമായി ചർച്ച നടന്നു. ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക സമിതിയുടെ ശുപാർശകൾ ഭൂരിപക്ഷ ഷൂറ അംഗങ്ങളുടെയും വോട്ടിന് വിജയിച്ചുവെന്നാണ് റിപ്പോർട്ട്. സൗദിയിലെ പ്രധാന നഗരങ്ങളിലും നഗരപ്രദേശങ്ങളിലും മെട്രോ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനും മക്ക മദീന പുണ്യ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ഹറമൈൻ ഹൈസ്പീഡ് റെയിലിന്റെ നിലവിലെ വേഗതയ്ക്ക് അനുസൃതമായി രാജ്യത്തെ എല്ലാ റെയിൽവേകളിലും പാസഞ്ചർ ട്രെയിനുകളും വേഗത വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാനുമുള്ള ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അഭ്യർത്ഥന ഷൂറ കൗൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു.